ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അമ്മുവിൻ്റെ സംഗീത നൈറ്റിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 3 മാസമൊക്കെ ആയാലും ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതേ, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എൻ്റെ മടി കാരണം ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇനി വൈകിപ്പിക്കേണ്ട അപ്ലോഡ് ചെയ്തേക്കാവുന്നു. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണണം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതൊരു വീഡിയോ ഉണ്ട്. തുടങ്ങുന്നത് കുറച്ച് മധുരം കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് മധുരം കൊടുത്തിട്ട് തന്നെ തുടങ്ങാം. അതിനായിട്ട് ബ്രൈഡിന്റെ അച്ഛനും അമ്മയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ് ഇവിടെ ബാക്കി ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാക്കി അങ്ങോട്ട് ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കുറേ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ മിസ്സായിട്ടുണ്ട്. കാരണം കല്യാണ വീട്ടിലെ തിരക്കുകൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എപ്പോഴും ഈ ഫോൺ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോസിബിൾ ആയിരുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമ്മൾ 2 ഫാമിലീസിനെയും വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു, ബാക്കി കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. അതായത് നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ കുട്ടികൾ. കല്യാണം ആയ സമയത്തെ അവരെല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഡാൻസായാലും പാട്ടായാലും എല്ലാത്തിലും നല്ല അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ കളിച്ചത്. കാരണം കണ്ടെടുക്കാനേ തോന്നിയില്ലായിരുന്നു. എനിക്ക് ഈ വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഡാൻസിൻ്റെ വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് മാറ്റിയിട്ട് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഡാൻസ്, പിന്നെ എന്തെങ്കിലും ഗെയിംസ് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം കൊണ്ടുപോയത്. കാരണം അല്ലെങ്കിൽ ഓഡിയൻസിന് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2-3 ഗെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗെയിമിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കനും പെണ്ണിനും മധുരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ വന്നിട്ട് അവർക്ക് മധുരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിംസിൻ്റെ വീഡിയോസിൽ ഷൂ ഗെയിം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം അതിൻ്റെ ഒരു ചെറിയ ഷോട്ട് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ സംഗീതനായിട്ട് നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും നെയ്ബേഴ്സും 2 പേരുടെയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. മാത്രമല്ല ഞാൻ വെഡ്ഡിങ് റിലേറ്റഡ് ഏത് വീഡിയോസ് ഇട്ടാലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് വെഡ്ഡിങ് വ്ലോഗ് എടുത്തിട്ടില്ലേന്ന്. സത്യം പറഞ്ഞാൽ വെഡ്ഡിങ് വ്ലോഗ് ഞാൻ എടുത്തിട്ടില്ല. കാരണം കല്യാണമാകുമ്പോൾ ഉണ്ടാകുന്ന തിരക്കുകളൊക്കെ അറിയാമല്ലോ. അതുപോലെ എപ്പോഴും ഫോൺ എടുത്ത് വ്ലോഗ് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെഡ്ഡിങ് വീഡിയോ ആയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല സംഗീതിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തിൻ്റെ അടുത്ത് കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ചിരിച്ച് കളിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പീരീഡ്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. അതിൻ്റെ ഒരു ടയർഡ്നെസ് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റുമായിരുന്നു എൻ്റെ ഫേസിൽ. പിന്നെ നമ്മുടെ അനിയത്തിയുടെ കല്യാണത്തിന് നമ്മളല്ലാതെ വേറെ ആരടിച്ചു വിളിക്കാനാണ്. അതുകൊണ്ട് ഒന്നിൽ നിന്ന് മാറി നിന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു കേട്ടോ എൻ്റെ റീസൺ. അതുപോലെ സംഗീതിൻ്റെ ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സ് നമ്മുടെ ഭരണിക്കാവിലെ സിറ്റി വെഡ്ഡിങ്സ് എന്നാണ് കേട്ടോ വാങ്ങിയത്. അമ്മൂൻ്റെ ഡ്രസ്സ് അവൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സംഗീതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.